നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 13-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. വെള്ളിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 28-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വരും. ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ മാർഗ്ഗശീർഷ മാസം 22-ാം തീയതി വെള്ളിയാഴ്ച ദിവസം വരും. സൂര്യോദയം രാവിലെ 6:30 അസ്തമയം വൈകുന്നേരം 6:01 വെള്ളിയാഴ്ചത്തെ തിഥി ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥി പ്രദോഷവ്രതം എടുക്കുവാൻ അനുയോജ്യമായ തിഥിയാണ്. ത്രയോദശി തിഥി വെള്ളിയാഴ്ച രാത്രി 7:41 വരെ ഉണ്ടായിരിക്കും. പകൽ മുഴുവൻ വ്രതമെടുക്കുവാൻ നിർവാഹമില്ലാത്തവർക്ക് പ്രദോഷ സന്ധ്യാവ്രതം എടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 7:30 വരെ, വൈകിട്ട് 7:30 വരെയുള്ള സമയത്ത് പ്രദോഷ സന്ധ്യാവ്രതം എടുത്ത് ക്ഷേത്രദർശനമൊക്കെ നടത്താവുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നു. ഏതെങ്കിലുമൊക്കെ വിഷയത്താൽ ഭാരപ്പെടുന്നവർക്ക് അവർക്കൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി വ്രതമെടുക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക. മഹാദേവൻ അതിന് നീക്കുപോക്കുണ്ടാക്കി തരും. അതിനുവേണ്ടി വ്രതമെടുക്കുക. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപര നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം രാവിലെ 7:51 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. പിന്നീട് കാർത്തിക നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ഈ അധ്യായത്തിൽ കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ 7:51 മുതൽ ശനിയാഴ്ച പുലർച്ചെ 5:49 വരെയുള്ള സമയമാണ് കാർത്തിക നക്ഷത്ര സമയം. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ ഒരു പാദം മേടക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ ഇടവക്കൂറിലുമാണ്. മേടക്കൂറിൻ്റെ സമയം പറഞ്ഞു തരാം. വെള്ളിയാഴ്ച രാവിലെ 7:51 മുതൽ 7:51 മുതൽ ഉച്ചകഴിഞ്ഞ് 1:51 വരെയുള്ള സമയം കാർത്തിക കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ 11, 12, 13 എന്നീ തീയതികളിൽ ജനിച്ച കുട്ടികൾക്ക് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് 3 രാജയോഗങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് 3 രാജയോഗങ്ങളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ എന്നും വീഡിയോ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ ഇടയ്ക്കും പഴയ്ക്കുമൊക്കെ വീഡിയോ ചെയ്യുന്നവർ പറയും ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് സ്വപ്നം കണ്ടതാണ്, പുലർച്ചെ പ്രശ്നം വെച്ചതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ പറയും. പക്ഷേ അതൊന്നുമല്ല. സത്യസന്ധമായ രീതിയിൽ പറഞ്ഞാൽ 3 രാജയോഗങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഗ്രഹങ്ങൾ നൽകുന്ന 3 രാജയോഗങ്ങളാണ്. അത് ഞാൻ വിശദമാക്കി തരാം. ഒന്നാമത്തെ രാജയോഗം എന്ന് പറയുന്നത് ഈ മേടക്കൂറിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നു. ഇങ്ങനെ ഗ്രഹങ്ങൾ മാറി മാറി നിൽക്കുന്നത് രാജയോഗമാണ്. അത് ഒന്നാമത്തെ രാജയോഗം. രണ്ടാമത്തെ രാജയോഗം ചന്ദ്രൻ നീചനായിട്ട് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവൻ രാശിയുടെ അധിപൻ ശുക്രൻ ഈ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അത് നീചഭംഗ രാജയോഗം അല്ലെങ്കിൽ ചക്രവർത്തി രാജയോഗം എന്ന് പറയുന്ന ഒരു രാജയോഗമാണ് വരുന്നത്. അപ്പോൾ ചൊവ്വ നീചഭംഗം സംഭവിക്കുകയാണ്, ചൊവ്വയ്ക്ക് നീചഭംഗം സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ രാജയോഗം. മൂന്നാമത്തെ രാജയോഗം എന്ന് പറയുന്നത് ചന്ദ്രൻ നിൽക്കുന്ന മേടൻ രാശിയുടെ തൊട്ട് മുമ്പിൽ ഇടവൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നു. അങ്ങനെ ചന്ദ്രൻ്റെ തൊട്ട് മുമ്പിൽ പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ശുഭഗ്രഹം നിന്നാൽ അത് സുനഭായോഗം എന്ന് പറയുന്ന രാജയോഗമാണ്. ഇങ്ങനെ 3 രാജയോഗമാണ് ജ്യോതിഷപ്രകാരം ഉള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടതാണെന്നോ ഭഗവാൻ എന്നോട് സംസാരിച്ചെന്നോ ഒക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാം. പക്ഷേ സത്യം ഇതാണ്, ഗ്രഹങ്ങൾ നൽകുന്ന രാജയോഗമാണ്. അത് അശ്വതി ഭരണി കാർത്തിക കാൽ നക്ഷത്ര ജാതകരായ കുട്ടികൾക്ക് ലഭിക്കും. അപ്പോൾ ആ കുട്ടികളുടെ മാതാപിതാക്കൾ അത് അറിയുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇപ്പം വെള്ളിയാഴ്ച, വ്യാഴം, ബുധൻ എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്കാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1:51 വരെ ഉള്ളൂ അതിൻ്റെ സമയം. പിന്നെ കാർത്തിക മുക്കാലിന് അത് വന്നു ചേരത്തില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ഹിന്ദുമത വിശ്വാസത്തിലേക്ക് ഒരുപാട് പേര് അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് പലരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് എന്നെ ഒരാൾ വിളിച്ചു, ദേഹത്തിൽ പല്ലി വീണിട്ട് ഞാൻ മരണപ്പെട്ടു പോകുമോ? ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, എൻ്റെ ദേഹത്ത് പല്ലി വീണാൽ മരണം സംഭവിക്കുന്നു. ഞാൻ ചോദിച്ചു, ജനിച്ചാൽ മരണം ഉറപ്പാണ്, മരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മരണത്തെ ജയിച്ചവൻ മഹാദേവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ തെറ്റായ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ
അന്ധവിശ്വാസവുമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അത് നിങ്ങൾ ഒരു സാധനം എടുക്കുന്നത് ഇന്ന മൂലയ്ക്ക് വെക്കരുത്, അല്ല അത് അവിടെ വെക്കരുത്, ഇവിടെ വെച്ചാൽ ദോഷമാണ് എന്നിങ്ങനെയുള്ള ഓരോരോ വീഡിയോകളൊക്കെ കേട്ടിട്ട് ഒട്ടുമിക്ക ആൾക്കാരും വീട്ടിൽ ഭ്രാന്തരായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ പറഞ്ഞ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന ഓരോ കാര്യങ്ങളാണ്. അതിലൊന്നും അകപ്പെടരുത്. നവഗ്രഹങ്ങൾ ചെയ്യുന്ന ദോഷം അത് പ്രകൃതിയാലുള്ളൊരു ദോഷമാണ്. അത് എല്ലാവരും കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നവഗ്രഹങ്ങൾ. ഒരാളുടെ ജീവിതത്തിൽ നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്ന പോലെയാണ് ആ വ്യക്തി ആരായി തീരുക എന്നുള്ളത്. അതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അല്ലാതെ പണം ഉണ്ടാകുവാൻ വീട്ടിൽ കടുക് വാരി വിതറിയാൽ ഉടനെ പണം ഉണ്ടാകുമെന്നും വെളുത്തുള്ളി ചതച്ചിട്ടാൽ പണം ഉണ്ടാകുമെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കേട്ട് ഒരുപാട് വീടുകളിലൊക്കെ ഓരോന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ഇല പറിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചാലൊന്നും ധനം വന്നു ചേരത്തില്ല. അതൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് ധനം വന്നു ചേരാനുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഒത്തിരി വ്യൂവേഴ്സിനെ കിട്ടും, അവർക്ക് പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജപ്തിയൊന്നും ആർക്കും ബാങ്കുകാരൊന്നും ജപ്തി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഈ ജപ്തി ഭീഷണി നേരിടുന്നവർ വീട്ടിൽ കൊണ്ട് ഇല പറിച്ചിട്ടാലോ കടുക് വാരി ഇട്ടാലോ അവരുടെ ജപ്തി ഉടനെ തീരാൻ അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണം കിട്ടുമല്ലോ. ഈ മാരകമായ രോഗം ബാധിച്ച് നാട്ടിൽ മുഴുവൻ പിരിവെടുത്ത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ 15 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ ഈ കടുക് വാരി ഇട്ടാലും ഇല പറിച്ച് വെച്ചാലും കിട്ടുമല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവർ ബുദ്ധി കൊണ്ട് ജീവിക്കുക. അന്ധവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം പരാജയപ്പെടുത്തി കളയരുത്. നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കും, മഹാദേവനെ വിശ്വസിക്കുക. മഹാദേവൻ മരണത്തെ ജയിച്ച മഹാദേവനാണ്. മരണത്തെ ജയിച്ചവനാണ് മഹാദേവൻ. നിങ്ങൾക്ക് രോഗമോ ദുഃഖമോ ദുരിതമോ പ്രയാസങ്ങളോ വന്നാൽ ഈ ഭൂമി ജീവിക്കുമ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് നോക്കി. ഈ ഭൂമിയിലെ സൃഷ്ടികളെല്ലാം വ്യത്യസ്തമാണ്, ഒരുപോലെ അല്ലല്ലോ. കുന്നുണ്ട്, മലയുണ്ട്, തോടുണ്ട്, ആറുണ്ട്, പുഴയുണ്ട്, നേരെയുള്ള റോഡുണ്ട്, വളഞ്ഞുള്ള റോഡുണ്ട് എന്ന് പറഞ്ഞതുപോലെ മരങ്ങളിലേക്ക് നോക്കൂ. വളഞ്ഞ മരമുണ്ട്, നേരെ ഉള്ളതുകൊണ്ട്, പൊക്കം കുറഞ്ഞുകൊണ്ട്, പൊക്കം കൂടിയതുകൊണ്ട്, ശിഖരങ്ങൾ ഒത്തിരി ഉണ്ടതുകൊണ്ട്, നല്ല ഇലച്ചാർത്തുള്ളതുകൊണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകൃതിയിൽ. അത് മനുഷ്യനും അതുപോലെ തന്നെയാണ്. കടബാധകളുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്, ഒക്കെ ഉള്ളവരുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഈശ്വരനെ വിളിക്കുക. ഈശ്വരൻ അതിനെല്ലാം നീക്കുപോക്കുണ്ടാക്കി തരും. അപ്പോൾ ഈശ്വരനാൽ മാത്രമേ നീക്കുപോക്കിന് കഴിയുള്ളൂ. ആ ഈശ്വരൻ അതെല്ലാം സാധിച്ചു തരും, നീക്കുപോക്കുണ്ടാക്കി തരും, പരിഹാരമൊക്കെ ചെയ്തു തരും. അപ്പോൾ ഈശ്വരനെ വിളിക്കുക, മഹാദേവനെ വിളിക്കുക, മഹാദേവനെ പ്രീതിപ്പെടുത്തുക. നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിക്കുക, ഗുരുവായൂരപ്പൻ അതിൻ്റെ നീക്കുപോക്കുണ്ടാക്കി തരും. നിങ്ങൾ അയ്യപ്പനെ വിളിക്കുക, അയ്യപ്പൻ അതിൻ്റെ നീക്കുപോക്കുണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈശ്വര ചൈതന്യത്തെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവരെല്ലാം നിങ്ങൾക്ക് നല്ലതേ വരുത്തുകയുള്ളൂ. തെറ്റായ വിശ്വാസങ്ങളുടെ പുറകെ അന്ധമായ അനാചാരങ്ങളുടെ പുറകെയൊന്നും പോകരുത്. ജീവിതം നശിപ്പിച്ച് കളയരുത്. സത്യസന്ധമായിട്ട് ഈശ്വരനെ വിളിച്ച് തന്നെ ജീവിക്കുക. ഞാനതാണ് പറയാനുള്ളത്. എനിക്കതാണ് പറയാനുള്ളത്. ഞാനതൊന്നും ഒരു കാര്യവും വളച്ചു കിട്ടിയെന്നും ആരോടും പറയാറില്ല. എല്ലാം നേരെയാണ് പറയേണ്ടത്. അതാണ് സത്യം. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നിങ്ങൾക്ക് പരിഹാരം മഹാദേവൻ നൽകും. മഹാദേവനിൽ വിശ്വസിക്കുക. നിങ്ങൾ ഗുരുവായൂരപ്പനിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഗുരുവായൂരപ്പൻ അത് പരിഹരിക്കും. കാര്യസാധ്യത്തിന് വേണ്ടി പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനയും വിശ്വാസവും വേണം. അതായത് മഹാദേവനെ പൂജിക്കുകയും മഹാദേവനെ വിശ്വസിക്കുകയും ചെയ്യണം. കാര്യം കാണാൻ മാത്രം വഴിപാട് ചെയ്തിട്ടാൽ അതുകൊണ്ടൊന്നും ജീവിതത്തിൽ നേട്ടമില്ല. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിൽ കൂടി, ഈശ്വര ബന്ധത്തിൽ കൂടി ജീവിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഈ പല്ല് ദേഹത്ത് വീണാൽ ഉടനെ മരണം സംഭവിക്കുന്നതല്ല. പല്ല് കടിക്കത്തില്ല, പല്ല് മാന്തിപ്പറിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. പല്ല് അബദ്ധവശാൽ അതിൻ്റെ പിടിവിട്ട് താഴേക്ക് വീണപ്പോൾ നമ്മുടെ ദേഹത്തോട്ട് വീണു. അപ്പോൾ തന്നെ അതതിൻ്റെ പാട്ടിന് പോയി. നമ്മളതിനെ തല്ലിക്കൊല്ലാനൊന്നും നിൽക്കാൻ നോക്കണ്ട. അതും ഒരു ഈശ്വരൻ്റെ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോട്ടെ. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടികളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുകയും കൊല ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. അത് മൃഗത്തിലായാലും മനുഷ്യരായാലും എല്ലാം ഉണ്ട്, പക്ഷികളിലായാലും ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് പോട്ടെ. നമ്മളൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഈശ്വരനെ വിളിച്ച് ജീവിക്കുക. അപ്പോൾ നമുക്ക് ഉപദ്രവം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് പ്രതികരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വെള്ളിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്രമാണ് കൂടുതൽ സമയം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 7:51 മുതൽ കാർത്തിക നക്ഷത്രമാണ് കൂടുതലായിട്ട് വരിക. അപ്പോൾ കാർത്തിക നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറയാൻ പോകുന്നു. കാർത്തിക നക്ഷത്രപ്രകാരം
പുണർദം, രേവതി, ഉത്രാടം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചോതി, ചിത്തിര എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങളും ഉണ്ട്. പുണർദം, രേവതി, ഉത്രാടം, തിരുവോണം, പൂരം, ഉത്രം, ഭരണി എന്നീ നാളുകാർക്ക് കാർത്തിക നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. വെള്ളിയാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നത് ചതയം, ഉത്രട്ടാതി, അശ്വതി, ചോതി, ചിത്ര എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. രാവിലെ 6:30 മുതൽ 8 മണി വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:30 മുതൽ 11 മണി വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ ശുഭസമയമാണ്. പിന്നീട് 3:30 മുതൽ 5:30 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഇത്രയും സമയങ്ങളൊക്കെ ഉണ്ട്. ഈ ശുഭസമയങ്ങൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രം പറയാം. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 13 ഒറ്റസംഖ്യയാക്കുമ്പോൾ 4 വരും. ഏതൊരു മാസത്തെ 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ്. അപ്പോൾ പ്രതികൂലത്തെ അതിജീവിക്കുവാൻ വേണ്ടി സംഖ്യാജ്യോതിഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ മഞ്ഞ, നീല, ഇളനീല, കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മതി. ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ ചെയ്യുക. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ ഈ 31-ാം തീയതി, ഡിസംബർ മാസം 31-ാം തീയതി നടക്കുന്ന സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരാനും ഒരു താല്പര്യം കാണിക്കണം. ഞാൻ വിശ്വസിക്കുകയാണ് 101 കുടുംബങ്ങളെ എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാദേവൻ തരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1.5 വർഷത്തിലധികമായി. അപ്പോൾ അതുകൊണ്ട് എന്നിൽ വിശ്വാസമുള്ള ഈ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ സ്ഥിരമായിട്ടുണ്ടല്ലോ, അവരിലൊരു 101 കുടുംബങ്ങളെ മഹാദേവൻ എനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചത്. ഞാൻ ഏറ്റെടുത്ത വിഷയം വലിയൊരു ദൗത്യമാണ്. കാരണം ഒരു വർഷം മുഴുവൻ ഈ കുടുംബങ്ങൾക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പൂജ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത്. ഒരു കുടുംബത്തിൽ നിന്നും 2 രൂപയാണ് ഒരു പ്രതിദിനം, ഒരു ദിവസം 2 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ 101 കുടുംബങ്ങളെ മഹാദേവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഈ കുടുംബങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ച് എന്നോട് സഹകരിച്ചാൽ മാത്രമേ എൻ്റെ ഈ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. മഹാദേവൻ എനിക്കൊരു 101 കുടുംബത്തെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം വരുന്നത് കാരണം എന്നെ കാണാത്ത ആൾക്കാർ ഫോണിൽ കൂടെ 10,000 രൂപ വരെ അയച്ചു തന്ന് കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി ഞാൻ അവർക്ക് വേണ്ടി പൂജ ചെയ്ത് കാളഹസ്തിയിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അവർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ കണ്ടിട്ടുമില്ല, ഞാൻ അവരെ കണ്ടിട്ടുമില്ല. എൻ്റെ ഒരു ഫോട്ടോ ഈ ചാനലിൻ്റെ ആദ്യമുണ്ട്. അവരുടെ ഒരു പടം ഞാൻ അവരെ കാണുന്നത് അവരുടെ പ്രൊഫൈലിൽ കൂടിയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു 10,000 രൂപ ദൂര സ്ഥലങ്ങളിലുള്ളവർ എന്നെ കാണാതെ എനിക്ക് അയച്ചു തന്ന് ഞാൻ അവർക്ക് വേണ്ടി കാളഹസ്തി ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്ത് ഞാനിവിടെ പൂജയ്ക്ക് പോകുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർക്ക് ഞാൻ എൻ്റെ വീഡിയോ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ ചെന്നെന്ന് പറഞ്ഞ് അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കും. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, പ്രസാദം കിട്ടിയത് അവർക്ക് വീഡിയോ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കൊറിയറായിട്ട് പ്രസാദം അയച്ചു കൊടുക്കും. ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ട് ചെയ്യുന്നതല്ല. അവരും എന്നെ കണ്ടിട്ടില്ല, ഞാനും അവരെ കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ അത്ര വിശ്വാസത്തോടു കൂടിയാണ് ഞാനതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ടും എൻ്റെ ഈ ചാനലിനകത്ത് ആരോ ഒരാളൊരു കമൻറ്റ് തെറ്റായിട്ടിട്ടു. ഞാൻ അങ്ങനെ ആരോട് 1 രൂപ പോലും അനാവശ്യമായിട്ട് വാങ്ങിച്ച ഒരു വിശ്വാസവഞ്ചനയോ ചതിവോ ഒന്നും ചെയ്യുന്ന ആളല്ല. എനിക്ക് കടബാധ്യതകളില്ല. ബാങ്കിൽ ലോൺ അടയ്ക്കേണ്ട ആവശ്യങ്ങളൊന്നും എനിക്ക് കടബാധ്യതകളായിട്ടില്ല. വാഹനത്തിൻ്റെ തവണ അടയ്ക്കേണ്ട, ചിട്ടിയില്ല, ബ്ലേഡില്ല. ഞാൻ ആർക്കും 1 രൂപ പോലും കൊടുക്കാനില്ല. എനിക്കാരും 1 രൂപ പോലും തരാനുമില്ല. എനിക്ക് 1 രൂപ പോലും ബാങ്കിലെങ്ങും സമ്പാദ്യവും നിക്ഷേപവും ഒന്നുമില്ല. ഞാനിങ്ങനെ മഹാദേവനിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. ശിഷ്ടമുള്ള ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മഹാദേവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വിശ്വാസമാണ് എനിക്ക്. മഹാദേവൻ അതുകൊണ്ട് എനിക്ക് ആൾക്കാരെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 101 കുടുംബങ്ങളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. 3 കോടി ജനങ്ങളുള്ള ഈ കേരളത്തിൽ 101 കുടുംബങ്ങളെ ഒരു ചെറിയൊരു കൂട്ടത്തെയാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അത് മഹാദേവനെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക.
അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ രോഗങ്ങളാൽ ഭാരപ്പെടരുത്. അവർ ഒരു വിഷയത്താലും അവർ ഭാരപ്പെടരുത്. അവർ വിഷയങ്ങൾ അവരെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിലെല്ലാം അവർക്ക് പരിഹാരം ഉണ്ടാക്കിക്കൊടുത്ത് അവരെ നല്ല രീതിയിൽ നയിക്കുക. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മഹാദേവൻ്റെ സഹായം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വെള്ളിയാഴ്ച ദിവസം ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ച് ചിന്തിച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വെള്ളിയാഴ്ച ദിവസം കാർത്തിക നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഉത്രം, ആയില്യം, തിരുവാതിര, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക. ഇത്രയും നാളുകാർക്ക് കാർത്തിക നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉത്രം, ആയില്യം, തിരുവാതിര, ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക. ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലെങ്കിലും ആരെങ്കിലും കടം ചോദിച്ചാൽ പോലും കിട്ടുന്നൊരു ദിവസമാണ്. കടം തിരികെ കൊടുക്കാനും പറ്റുന്ന ദിവസമാണ്. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഓർപ്പിക്കുന്നു, സർവീശ്വര പൂജയിൽ എല്ലാവരും പങ്കുചേരണം. അപ്പോൾ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.